ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണുസുതിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. സോ അങ്ങനെ ഇരിക്കുകയാണ് രേണുസുതിയെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ പ്രോഗ്രാം പ്രൊഡ്യൂസറിനോട് ചോദിച്ചു ഇത് ശരിയാവോ, കാരണം ഞാൻ അവരെ കുറിച്ച് മോശം അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ശരിക്കും അറിയാലോ ഇതിന്റെ ഷോ എന്താണെന്ന് രേണുസുതി വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യുന്നു. കൃത്യസമയത്ത് തന്നെ രേണുസുതി എത്തി. മറ്റു ഗസ്റ്റിനെ പോലെയല്ല, അവർ കൃത്യസമയത്ത് എത്തി. അപ്പോഴാണ് ഞാൻ അവരുടെ ആ ഒരു വിനയം മനസ്സിലാക്കുന്നത്. ബിക്കോസ് ഷീ സച്ച് എ എന്താ പറയുക ബോൾഡ് ലേഡി. അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്ന രീതി അവർ പ്രത്യേകം പറഞ്ഞു. അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം, ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതിയെ ഹോട്ട് സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇന്റർവ്യൂ ചെയ്ത ഒരു സഹോദരിയാണ് ഈ പറയുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതായത് ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാനലിന്റെ ഇതാണ്, എന്ത് ചോദ്യവും ചോദിക്കും എന്നുള്ളതാണ്. എൻ്റെ പൊന്ന് സഹോദരി, ഇങ്ങനെ മെഴുകാതെ. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറികൾ മുഴുവൻ വരുന്നത്, അതുപോലെ വിമർശനങ്ങൾ മുഴുവൻ വരുന്നത് ഈ സഹോദരിയുടെ നേരെയാണ്. ഈ ചാനലിൻ്റെ മുതലാളിമാരും മറ്റേവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ പൈസയുമായിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു. അവരെഴുതി കൊടുത്ത ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും രേണുസുതിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ രേണുസുതിക്കും അറിയാം ഇതൊരു വലിയൊരു പ്രശ്നമാകുന്ന ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. ഇതൊരു അഭിനയമാണ്, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന്. പക്ഷേ ഇവിടെ പൊട്ടന്മാരായത് ആരാണ്? ഇവിടെ നാട്ടുകാരാണ്, ഇത് കാണുന്നവരാണ് ഇവർ പൊട്ടന്മാരാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ പറയണമായിരുന്നു എനിക്കിതൊന്നും കഴിയില്ല. അതായത് ഇവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടത് ഫെയിം തന്നെയാണ്. രേണുസുതിയെ ഉപയോഗിച്ചൊന്ന് ഫെയിം ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷെ അത് അവിടെ ചീറ്റിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവരെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു പിന്നെന്താ അവിടെ ആ ഒരു ആങ്കറാണ്. അപ്പോൾ ആ ആങ്കറിൻ്റെ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു എൻ്റെ സഹോദരൻ എനിക്കിത് കഴിയില്ല, ഈ ജോലി എനിക്ക് വേണ്ട. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇപ്പോഴിവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ചില ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതിനിടയ്ക്ക് പിന്നെ എന്താ പറയുക, ഇതുപോലൊരു ആങ്കർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ഒരു നടനോടാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ മമ്മൂട്ടിയുടെ പിന്നെ അനന്തരവനായ നടനുണ്ടല്ലോ, അയാളോടും അയാളുടെ നായികയും കൂടി അവിടെ ഇരിക്കുമ്പോഴാണ് ചോദിക്കുന്നത്, താരങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കിടന്നു കൊടുത്തിട്ടാണോ ചാൻസ് നേടുന്നത് എന്നാണ് ഇവർ ചോദിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയില്ല, നമ്മളൊക്കെ പൊട്ടന്മാരാണ്. ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, അഭിനയമാണോ, ഇനി നാട്ടുകാർ ഇത് കാണിക്കാനാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷാരി എന്ന് പറയുന്ന ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവർ പെട്ടുപോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവരുടെ മേലേക്ക് മാത്രമാണ് ഇപ്പോഴും തെറിയോട് തെറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വീഡിയോ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏകദേശം 1 മില്യൺ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആ 1 മില്യൺ അടിക്കുമ്പോഴേക്ക് ഏകദേശം 2 മില്യൺ തെറി ഇവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് എല്ലാം ഇല്ലേ, പിന്നെ എന്തിനാണ് ഈ വല്ലവനും തരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്? എനിക്കിത് കഴിയില്ല എന്ന് പറയണമായിരുന്നു. അതല്ലേ അന്തസ്? എനിക്ക് ഈ ചോദ്യം ചോദിക്കാൻ കഴിയില്ല, എനിക്കിതിൻ്റെ പൈസ വേണ്ട. പക്ഷേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ തെറികൾ വരുന്നെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്ത് നിന്ന് ഉയർന്നു വരുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിനു മുന്നേ നിങ്ങളത് നേരിട്ടതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രേണുസുതിയുടെ അടുത്ത് എത്തുമ്പോഴും നിങ്ങൾ പതറിപ്പോയത്? രേണുസുതിയുടെ അടുത്ത് എത്തുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കടിഞ്ഞാൻ കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നല്ല രീതിയിൽ അവർ എന്താ പറയേണ്ടത്, നാട്ടുകാർ തരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അവർ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പക്ഷെ കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ല. ഞാൻ ആയതുകൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുതി മൈൽ സ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും, ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുതി അറിയിച്ചിരുന്നു. ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു. വളരെ സന്തോഷകരമായിട്ട് കൈകൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ ഈ രേണുസുതിയും ഞാനും അതിന് ചുറ്റും നിൽക്കുന്ന ക്യാമറാമാൻസും പ്രോഗ്രാം പ്രൊഡ്യൂസറും ചാനൽ ഹെഡും ഒക്കെ വെരി വെരി ഹാപ്പിയാണ്. ബിക്കോസ് ഞങ്ങൾ വളരെ അതിനു മുമ്പ് ചിരിച്ചു കളിച്ചിട്ടാണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത്. തിരിച്ചിറങ്ങുന്നതും കെട്ടിപ്പിടിച്ചിട്ടാണ്. തീർച്ചയായിട്ടും കമ്പനിയിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ കൊടുക്കും, അതേ ഡ്രസ് ഇട്ട് തന്നെ കേട്ടോ. ഇനി നിങ്ങൾ പറയാൻ വേണമെങ്കിൽ ഉണ്ട്. എന്തായാലും രേണുസുതിയും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, ഈ പറയപ്പെടുന്ന മറ്റെല്ലാ ടീമുകളും ഹാപ്പിയാണ്. ഇത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും തോന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9 ലക്ഷം പേരാണ് 3 ദിവസത്തിനുള്ളിൽ അത് കണ്ടത്.
അത് ഏതാണ്ട് ഇനി 1 മില്യൺ അടിക്കും, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അതിൽ 7000 പേരാണ് എന്നെ തെറി വിളിച്ചിരിക്കുന്നത്. രേണുസുധിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. ബിക്കോസ് അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. എന്നിലൂടെയെങ്കിലും രേണുസുധി, അതായത് ഇന്റർവ്യൂവിന്റെ മൊമെന്റിൽ വരെ, തൊട്ടടുത്ത മൊമെന്റ് വരെയും അവരുടെ ക്ലിപ്പ് ബൈറ്റ്സ് എടുത്തു വെച്ച് അവരെ തെറി പറഞ്ഞ അപ്പോ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കാണ് പ്രശ്നങ്ങൾ. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്, രേണുസുധി ഹാപ്പിയാണ്, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സ് ഹാപ്പിയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് അവർക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇത് പിന്നെ ഈ ഒരു ഇന്റർവ്യൂ ഉണ്ടാക്കിയതല്ലോ? ഇത് ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഉണ്ടാക്കിയത്? അപ്പോഴും നിങ്ങൾ ഹാപ്പി ആയാൽ മതിയോ? ജനങ്ങൾ ഹാപ്പിയാണോ? അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നല്ലേ നിങ്ങൾ നോക്കേണ്ടത്? അല്ലാതെ നിങ്ങളെല്ലാം കാര്യങ്ങളും പറയുന്നത് പോലെ അയ്യോ രേണുസുധി ഹാപ്പിയാണ്, രേണുസുധി ഞാനും, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് ഇത് ജനങ്ങൾക്കും അറിയാം ഇപ്പോഴേ ഇതൊക്കെ അഭിനയമാണ്. അതായത് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതും രേണുസുധി ചൂടാകുന്നതും ഇതിനെ കൃത്യമായിട്ടുള്ള ഡയറക്ടർ ഉള്ളതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പൊതുജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ഇനി ഇപ്പോഴിങ്ങനെയുള്ള ഉടായ്പുമായിട്ട് വരാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇത് ജനങ്ങൾ വിലയിരുത്തും. അതായത് നിങ്ങൾ ഇനി എന്ത് ചോദ്യം പോയിട്ട് ഹോട്ട് സീറ്റ് പോയി ചോദിച്ചു കഴിഞ്ഞാലും ആ നിമിഷം ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇത് അവരുടെ അഭിനയമാണ്. അതായത് രേണുസുധീൻ്റെ കാര്യത്തിൽ അവരുടെ ഈ അഭിനയം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ അഭിനയമാണെന്ന് നമ്മളെല്ലാവരും വിലയിരുത്തും. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പ്രേക്ഷകരെയാണ് ഈ തൃപ്തിപ്പെടുത്തേണ്ടത്. അതായത് പ്രേക്ഷകർ, നിങ്ങൾ പറയുന്ന പോലെ പ്രേക്ഷകർ നിങ്ങൾ തെറി വിളിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഈ രേണുസുധിയെ തെറി വിളിക്കുന്നവരുമുണ്ട്, തെറി വിളിക്കാത്തവരുമുണ്ട്. രേണുസുധിയെ വിമർശിക്കുന്നവരുമുണ്ട്, അതുപോലെ തന്നെ രേണുസുധിയെ വിമർശിക്കാത്തവരുമുണ്ട്. ഈ രേണുസുധിയിലെ തെറി വിളിക്കുന്നവരുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചതും അതുപോലെ തന്നെ രേണുസുധിക്ക് ഇത്രയും ഫെയിമിൽ നിൽക്കുന്നതും. അല്ലാതെ എല്ലാവരും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി ഇപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ചോളൂ. അതായത് ഇവിടെ ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ വന്നിട്ടുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരൊന്നും പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഈ ഗംഗയിൽ നിന്ന്, അതായത് ഇപ്പോഴും എന്താ പറയേണ്ടത്, കുറച്ച് നാൾ മുമ്പ് നമ്മളെ കുംഭമേളയിൽ നിന്നും ഒരു സ്ത്രീ വന്നിരുന്നു. ഇപ്പോൾ അവരെവിടെ പോയി? അവരെവിടെയെങ്കിലും ഉണ്ടോ? ബോച്ച ഇതിനിടയ്ക്ക് അവരെ കൊണ്ടുവന്നിട്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിച്ചിരുന്നു. ഇപ്പോൾ അവരുണ്ടോ? അതുപോലെ തന്നെ ചിത്ര എന്ന് പറയുന്ന ഒരു പാട്ടുകാരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുണ്ടോ? ഇല്ല. യേശുദാസിനെ പോലെ പാട്ടുപാടുന്ന ഒരാളുണ്ടായിരുന്നു കാസർഗോഡ്, ഒരു വർക്ക്ഷോപ്പ് പണിക്കാരൻ. ഇപ്പോൾ അയാൾ എവിടെ പോയി? അയാളുണ്ടോ ഇപ്പോഴും? ഇല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു സമയത്ത് മാത്രം കിട്ടുന്നതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ രേണുസുധിയുടെ ഈ നെഗറ്റിവിറ്റി, ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന, ഇല്ലെങ്കിൽ അവരെ ഈ എന്താ പറയേണ്ടത്, അവരെ തെറി വിളിക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ അവരുടെ ഫെയിമും ഇല്ലാതാകും. പിന്നെ നിങ്ങളെ പോലും അവരെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ബാക്കി കാര്യം കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. ഇവിടെ വന്ന് കിടന്നിട്ട് രേണുസുധി ഇപ്പോൾ വലിയ നല്ലതാണ്, രേണുസുധി നേരത്തെ നല്ലത് തന്നെയാണ്, രേണുസുധി മോശക്കാരി അല്ലായിരുന്നു. പക്ഷെ അവരെ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ അവരുടെയും ലക്ഷ്മി നക്ഷത്രയുടെയും അവരോടൊപ്പം അഭിനയിക്കുന്ന ആൾക്കാരുടെയും ദാസേട്ടന്റെയും ഒക്കെ പേര് വലിച്ചടിച്ചുകൊണ്ട് രേണുസുധി രണ്ടാമത് കെട്ടിക്കാൻ നടക്കുന്നു. ആ രേണുസുധ മകനെ പോലും വെറുതെ വിടാതെ ടെറർ ചെയ്യിപ്പിച്ച, ഹരാസ് ചെയ്യിച്ച പ്രേക്ഷകരായ നിങ്ങളോട് എനിക്ക് വന്ന് ഇതിന്റെ ഒരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ, ആ പൊട്ടന്മാരാണ് ഈ 7000 പേരെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതൊന്നും കേട്ടിട്ട് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ രണ്ടെണ്ണം പറയണമല്ലോ, വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്. മൈത്രേന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ ഇതിൽ 10, 2000, 3000 കമന്റ് വന്നു. പക്ഷെ അതിൽ ഞാൻ ഇരട്ടി എനിക്കിപ്പോ കിട്ടി. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ബട്ട് അതിലെനിക്ക് മറുപടി നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് മൈത്രേനെ ഒരുപാട് പേര് നേരത്തെ തന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവരുടെ ആരാധകരുണ്ട്, അദ്ദേഹത്തിന്റെ ഷോ സ്ഥിരമായി വാച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ രേണുസുധിയെ ഈ 100 പേര് തെറി പറഞ്ഞാൽ അതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് 100 ആൾക്കാരുണ്ടെങ്കിൽ അതിൽ 99.5% ആൾക്കാർ അവർ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരാണ്. രേണുസുധിക്ക് നാണമില്ലേ? എന്തിന് പ്രായമായ അമ്മച്ചിമാർ വരെ അവരെ റെക്കോർഡിങ്സ് വരെ കേൾക്കാം നമുക്ക് മൊബൈൽ. അപ്പൊ അതാണ് പിന്നെ അതാണ് സഹോദരിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, മൈത്രേയൻ്റെ ആ ഒരു ഇത് വന്നപ്പോഴും കുറച്ച് തെറി കെട്ടിയിരുന്നു, ഇത് വന്നപ്പോഴും കുറച്ച് തെറി കെട്ടി. അപ്പോൾ എന്നെ എല്ലാവരും തെറി വിളിക്കുകയാണ്, തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ എന്ന് പറയുന്നത് പൊട്ടന്മാരായിട്ടാണ് ഇവരെ കാണുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇനിയെങ്കിലും ഇവരുടെയൊക്കെ ഷോ കാണുമ്പോൾ നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. അതായത് ഇവർ ഇതെങ്ങനെയാണ് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്, എന്തൊക്കെ അഭിനയിച്ചിട്ടാണ് ഇവരെത്തിക്കുന്നത്. ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് സീറ്റാണെന്ന് കരുതിയിട്ട് ഇതൊന്നും ലൈവായിട്ട് ചോദിക്കുന്നൊന്നുമല്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഡയറക്ഷനുണ്ട്. അവരൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. പിന്നെ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു സഹോദരി, എല്ലാവർക്കും വേണ്ട ഫെയിമാണ്. നിങ്ങളിപ്പോഴും 4 ആൾ അറിയാൻ തുടങ്ങിയത് ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളെ ആർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. അത് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടത് നെഗറ്റീവ് തന്നെയാണ്. ആ നെഗറ്റീവിലൂടെ തന്നെയാണ് വളരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ പലരും വളർന്നതും അങ്ങനെ തന്നെയാണ്. ഒന്നുമല്ലാത്ത വീട്ടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുന്ന ചില ആൾക്കാർ വരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല കോപ്രായങ്ങൾ കാണിച്ചിട്ടും ഇതുപോലെ നല്ല രീതിയിൽ ഉയർന്നു വന്ന് നല്ല പൈസ ഉണ്ടാക്കി
ഉണ്ടാക്കിയിട്ട് ഇപ്പം ബെൻസ് വരെ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതാണ്. അവിടെ ആരെങ്കിലും തെറി വിളിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇതുണ്ടോ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നേന്ന് വളർന്നുകൊണ്ടിരിക്കും. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷാരി എന്ന് പറയുന്ന ഇവർക്കും ഇതൊരു വളർച്ച തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ തെറിവിളിയും ഇവർക്കൊരു വളർച്ചയാണ്. അപ്പോൾ ഇതിലൊക്കെ പൊട്ടന്മാരാകുന്നത് പ്രേക്ഷകർ മാത്രമാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.